നിങ്ങൾ ഈ വീഡിയോ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് നല്ല രീതിയിൽ റിലാക്സ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെയധികം രസകരമായിട്ടുള്ള ഒരു വ്യക്തിയുടെ അനുഭവങ്ങളാണ്. നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കാം, ഒരാളുടെ ശരീരം വിട്ടിട്ട് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറം കിടക്കുന്ന കാര്യങ്ങളെല്ലാം ഇദ്ദേഹത്തിന് അനുഭവിക്കാനും കഴിയുന്നുണ്ട്, അതിനെ പറ്റിയിട്ട് അറിയാനും കഴിയുന്നുണ്ട്. എന്നാൽ അത് ഇദ്ദേഹത്തിന്റെ തോന്നലായിരിക്കുമോ എന്ന് അന്വേഷിച്ച് നോക്കിയപ്പോഴാവട്ടെ ഇതെല്ലാം നടന്നു പോയിട്ടുള്ള ശരിക്കുള്ള കാര്യങ്ങളായിരുന്നു. സംഭവം എന്താ വെച്ചാൽ ഇദ്ദേഹം കാണുന്ന കാര്യങ്ങളെല്ലാം വിശ്വസിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ ആദ്യം ഇദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങളൊരു കഥാരൂപത്തിൽ കേട്ടു നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. 1970-കളിൽ US ഗവൺമെന്റ് ഒരുപാട് വളരെയധികം ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തി വരുന്നുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള രഹസ്യ പരീക്ഷണങ്ങളുടെ ഒരു ഭാഗമായിരുന്നു റിമോട്ട് വ്യൂവിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം. ഈ പേര് കേൾക്കുമ്പോൾ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നിക്കാം, പക്ഷെ ഇതിന്റെ ഐഡിയ വളരെയധികം സിമ്പിൾ ആണ്. മനുഷ്യരുടെ മൈൻഡ് ഉപയോഗിച്ച് ദൂരെ കിടക്കുന്ന കാര്യങ്ങളെല്ലാം കാണാൻ കഴിയുന്ന ഒരു പരീക്ഷണം, ഒരു ടെക്നോളജി, അതായിരുന്നു ഇവർ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ വെറും ഒരു തള്ളുകഥയാണ് എന്ന് നിങ്ങൾ വിചാരിച്ചേക്കാം, പക്ഷേ ഇവിടെ എക്സ്പെരിമെന്റിന് ഉപയോഗിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് നമ്മുടെ പോലുള്ള നോർമൽ ആയിട്ടുള്ള ആൾക്കാരല്ല. പകരം വളരെയധികം യുണീക്ക് ആയിട്ടുള്ള സൈക്കിക് എബിലിറ്റീസ് ഉള്ള ആൾക്കാരെയാണ് ഈ ഒരു പരീക്ഷണത്തിന് വേണ്ടി സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെയാണ് നിങ്ങളിപ്പോ ഈ ഫോട്ടോയിൽ കാണുന്ന നമ്മുടെ കഥാനായകൻ വരുന്നത്. ഇദ്ദേഹത്തിന്റെ പേര് ഇൻകോ സ്വാൻ എന്നാണ്. ആ കാലങ്ങളിൽ ഇദ്ദേഹം ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് വേണ്ടി US ഗവൺമെന്റുമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. ഇത് വളരെയധികം രഹസ്യമായ പരീക്ഷണങ്ങളായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും പുറംലോകം അറിയാറില്ല. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണത്തിന് വേണ്ടി ഇദ്ദേഹത്തെ സ്റ്റാൻഫോർഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ സ്റ്റാൻഫോർഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് ഇദ്ദേഹത്തിന്റെ ദൗത്യം എന്താ വെച്ചാൽ ഈ പറയുന്ന റിമോട്ട് വ്യൂവിംഗ് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കുക എന്നുള്ളതായിരുന്നു. അതിലൂടെ ഒരുപാടധികം കിലോമീറ്ററുകൾക്കപ്പുറം കിടക്കുന്ന ഒരു സ്ഥലത്തെ ഒബ്സർവ് ചെയ്യാനായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത്. ഇത്തവണ ഇദ്ദേഹത്തിന് കൊടുത്തിരുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ ജൂപ്പിറ്ററിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഈ ഒരു കഴിവിലൂടെ മനുഷ്യർ ഇതുവരെ അറിയാത്ത കാര്യങ്ങളെല്ലാം അറിയാൻ കഴിയും എന്നാണ് നമ്മൾ അന്ന് വിശ്വസിക്കുന്നത്. അങ്ങനെ ഇദ്ദേഹം ഈ കസേരയിൽ ഇരിക്കുകയും ഈ പറയുന്ന എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം കാണുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ വെർബലി പുറത്തേക്ക് ഇങ്ങനെ പറയാൻ തുടങ്ങി. ഇദ്ദേഹത്തിന്റെ ആ ഒരു എബിലിറ്റിയിലൂടെ ഇദ്ദേഹം കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ജൂപ്പിറ്റർ എന്ന് പറയുന്ന ഈ ഒരു ഗ്രഹത്തിൽ ഒരുപാട് വയലന്റ് ആയിട്ടുള്ള സ്റ്റോമുകളും വളരെയധികം കട്ടി കൂടിയ മേഘങ്ങളും അതോടൊപ്പം തന്നെ ഒരുപാട് ക്രിസ്റ്റൽസ് പോലുള്ള ഫോർമേഷനും കാണാൻ കഴിയുന്നുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ആരും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യം കൂടി ഇദ്ദേഹം പറഞ്ഞായിരുന്നു. അതായത് ജൂപ്പിറ്ററിന് ചുറ്റും സാറ്റേണിന് ചുറ്റും കണ്ടുവരുന്ന ഒരുപാട് റിങ്സ് ഇല്ലേ, അതുപോലുള്ള ഒരു റിങ് ജൂപ്പിറ്ററിന് ചുറ്റും ഉണ്ട് എന്നുള്ള ഒരു കാര്യം ഇദ്ദേഹം പറയുന്നു. ഇവിടെ ഇദ്ദേഹം ആദ്യം പറഞ്ഞ 3 ഡീറ്റെയിൽസും നമുക്ക് ഭൂമിയിൽ നിന്ന് ഒരു ടെലിസ്കോപ്പിന്റെ സഹായത്തോടെ കണ്ടെത്താൻ കഴിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. പക്ഷെ ജൂപ്പിറ്ററിന് ചുറ്റും ഒരു റിംഗ് ഉണ്ട് എന്നുള്ള ഒരു കാര്യം ആ കാലത്തെ ടെക്നോളജി ഉപയോഗിച്ച് ഒരു ടെലിസ്കോപ്പിലൂടെ നമുക്ക് ഭൂമിയിൽ നിന്ന് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ കാലത്തെ സയന്റിസ്റ്റുമാർ ഇദ്ദേഹത്തിനെ ഒരു ഫ്രോഡ് ആയിട്ടാണ് മുദ്ര കുത്തിയത്. അങ്ങനെ കുറച്ച് വർഷങ്ങൾ മുന്നോട്ട് പോവുകയും നാസയുടെ വോയേജർ 1 എന്ന് പറയുന്ന മിഷൻ ഭൂമിയിൽ നിന്ന് ലോഞ്ച് ആവുകയും ഈ സംഭവം ജൂപ്പിറ്ററിന്റെ അടുത്തൂടെ പാസ് ചെയ്ത് പോയപ്പോഴാവട്ടെ ജൂപ്പിറ്ററിന് ചുറ്റും ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു റിംഗ് ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മുടെ വോയേജർ 1 കൺഫേം ചെയ്യുന്നു. ഇതിനെപ്പറ്റി അറിഞ്ഞ ഉടനെ തന്നെ ഇദ്ദേഹം വെറും ഫ്രോഡാണ് എന്ന് മുദ്ര കുത്തിയ ആൾക്കാരെല്ലാവരും ഇദ്ദേഹത്തെ വിശ്വസിക്കാൻ തുടങ്ങി. ഒരു വീഡിയോക്ക് വേണ്ടി വളരെയധികം സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ഞാൻ ഓരോരോ കാര്യങ്ങൾ പറയുന്നത്. ഇദ്ദേഹം ഇവിടെ വെറുതെ ഒരു റിംഗ് ഉണ്ട്, വെറുതെ ഒരു വയലന്റ് ആയിട്ടുള്ള സ്റ്റോം ഉണ്ട് എന്നല്ല പറയുന്നത്. വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം എടുത്തെടുത്ത് പറയുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് വളരെയധികം കൂടിപ്പോകും. അങ്ങനെ ഇദ്ദേഹത്തിന്റെ പേര് ഇവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ ഇങ്ങനെ സ്പ്രെഡ് ആവാൻ തുടങ്ങി. ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം 100% ക്രെഡിബിൾ ആണ് എന്നുള്ളൊരു വാർത്തയെല്ലാം അവരുടെ ഇടയിലേക്ക് ഇങ്ങനെ പടർന്നു തുടങ്ങി. അങ്ങനെ വളരെയധികം മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തി ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുന്നു. ഇവിടെ ഇത്തരത്തിലുള്ള രഹസ്യ പരീക്ഷണങ്ങളൊക്കെ നടത്തി വരുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസും പേരും ഒന്നും നമുക്ക് ഒരിക്കലും പുറത്തു കിട്ടില്ല. പകരം ഇവരെല്ലാം അറിയപ്പെടുന്നത് പല രീതിയിലുള്ള കോഡ് നെയിമുകൾ ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്ത ആ അനോണിമസ് ആയിട്ടുള്ള വ്യക്തിയുടെ പേര് ആക്സൽ റോഡ് എന്നാണ്. അങ്ങനെ ആക്സൽ റോഡ് സ്വാന് ഒരു ഓഫർ കൊടുക്കുന്നു. അതായത് സ്വാൻ ആക്സൽ റോഡുമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആക്സൽ റോഡ് സ്വാന് പൈസ കൊടുക്കുക എന്നുള്ളത്.
പേയ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ഇദ്ദേഹം ഒരു ദിവസം ആക്സൽ റോഡുമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ $1000 വരെ കൊടുക്കാം എന്നാണ് പറഞ്ഞത്. ഇൻഫ്ലേഷൻ ഒക്കെ കഴിഞ്ഞ് ഇപ്പോഴത്തെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു $5000-$6000 വരും. നമ്മുടെ നാട്ടിലത്തെ പൈസ എന്നൊക്കെ പറയുമ്പോൾ ഒരു 4-5 ലക്ഷം രൂപയുടെ വാല്യൂ ഉണ്ട്. ഇത്തരം ഓഫറുകൾ കിട്ടിക്കഴിഞ്ഞാൽ ആരെങ്കിലും വിട്ടുകളയോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ചാടിക്കേറി ആ ഒരു എഗ്രിമെന്റിന് സൈൻ ചെയ്യുന്നു. അങ്ങനെ ഇദ്ദേഹം ആക്സൽ റോഡുമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോ ഇവരുടെ ആദ്യത്തെ അസൈൻമെന്റ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ സൈക്കിക് എബിലിറ്റി ഉപയോഗിച്ച് ഒരു സംഭവത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. ഒന്നും കൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്ഥലത്തെ ഒബ്സർവ് ചെയ്യണം, അതാണ് ഇദ്ദേഹത്തിന്റെ ടാസ്ക്. അപ്പോ അതിനു വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ ഒരു അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ ഇവിടെ വെച്ചാണ് കഥയുടെ മട്ട് മാറുന്നത്. അതായത് ഇദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ആ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ സ്വന്തം മൂണാണ്. അങ്ങനെ നേരത്തെ പോലെ ഇദ്ദേഹം ഒരു ചെയറിൽ പോയി ഇരിക്കുകയും ഈ പറയുന്ന ചന്ദ്രനെ ഒബ്സർവ് ചെയ്യാനും തുടങ്ങി. ഇദ്ദേഹത്തിന്റെ സൈക്കിക് എബിലിറ്റി ഉപയോഗിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്തൊക്കെയാണ് കാണുന്നത് അതെല്ലാം ഇദ്ദേഹം വായ കൊണ്ട് വെർബലി പറയാൻ തുടങ്ങി. ആദ്യമൊക്കെ ഇദ്ദേഹം വളരെയധികം നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഒരുപാട് ക്രേറ്റേഴ്സ് കാണാൻ കഴിയുന്നുണ്ട്, അങ്ങനെയുള്ള നമുക്ക് കാണാൻ കഴിയുന്ന, നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെയായിരുന്നു ഇദ്ദേഹം പറയുന്നത്. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്യുവർ സയൻസ് ഫിക്ഷൻ സിനിമയിൽ മാത്രം കേട്ടുവരുന്ന കാര്യങ്ങളായിരുന്നു. നമ്മുടെ ചന്ദ്രന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഈ ചന്ദ്രന്റെ ഒരു സൈഡ് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതിന്റെ മറുവശം ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല, ഭൂമിയിൽ നിന്ന് കാണാൻ കഴിയില്ല. ഇത് സംഭവിക്കാൻ കാരണം ഭൂമിയും ചന്ദ്രനും തമ്മിൽ ടൈഡൽ ലോക്ക് എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റ സെന്റൻസിൽ പറയുകയാണെങ്കിൽ ചന്ദ്രന്റെ ഭൂമിയിൽ നിന്നാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇതുവരെ ചന്ദ്രന്റെ മറുഭാഗം കണ്ടിട്ടില്ല. പക്ഷെ നമ്മുടെ കഥാനായകൻ പറയുന്നത് നമ്മൾ ഇതുവരെ കാണാത്ത മൂണിന്റെ മറുഭാഗത്ത് കിടക്കുന്ന കാര്യങ്ങളായിരുന്നു. ഒരുപാട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സും ഒരുപാട് മൈനിങ് സൈറ്റുകളെല്ലാം ഇദ്ദേഹത്തിന് കാണാൻ കഴിയുന്നുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതോടൊപ്പം ഇദ്ദേഹം ഈ ഒരു ലൊക്കേഷൻ എല്ലാം വളരെയധികം അടുത്ത് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഇദ്ദേഹത്തിന് ഒരുപാടധികം ബേസുകളെല്ലാം കാണാൻ കഴിയുന്നത്. ഇദ്ദേഹം എന്താണ് അന്ന് ഉദ്ദേശിച്ചത് എന്നതിന്റെ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ഇപ്പൊ സ്ക്രീനിൽ കാണിച്ചു തരാം. അങ്ങനെ ഇദ്ദേഹം ഈ ബേസ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി അതിന്റെ അകത്ത് ഒരുപാട് ബിൽഡിങ്സ് ഇദ്ദേഹത്തിന് കാണാൻ കഴിയുന്നുണ്ട്. ആ ബിൽഡിങ്സിനകത്തായിക്കോട്ടെ ഒരുപാട് മനുഷ്യൻ ശരീരം പോലുള്ള ഒരുപാട് ക്രീച്ചേഴ്സ് വർക്ക് ചെയ്യുന്നതായിട്ട് ഇദ്ദേഹം കാണുന്നു. പിന്നീട് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് ഇദ്ദേഹം ഈ പറയുന്ന ആൾക്കാരെ എല്ലാവരും ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഇവർക്ക് മനസ്സിലാവുകയും ഈ പറയുന്ന ആൾക്കാരെല്ലാവരും ഇദ്ദേഹത്തെ നോക്കി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷെ ഇവിടുത്തെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഇദ്ദേഹം ഇരിക്കുന്നത് നമ്മുടെ ഭൂമിയിലാണ്. അപ്പോ ഇവിടെ എന്താണ് ഇദ്ദേഹത്തിന് സംഭവിക്കുന്നത് എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇദ്ദേഹം ആക്സൽ റോഡിനോട് ഈ സംഭവങ്ങളെല്ലാം ഇദ്ദേഹത്തെ നോക്കി എന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പോൾ ആക്സൽ റോഡ് വളരെയധികം പേടിക്കുകയും അത് അവിടെ വെച്ച് നിർത്തിക്കോളാൻ പറഞ്ഞു. അതോടെ ഇദ്ദേഹത്തിന്റെ ആ ഒരു പരിപാടി അവിടെ വെച്ച് നിർത്തുകയും സ്വാൻ എന്ന് പറയുന്ന നമ്മുടെ കഥാനായകൻ നേരെ വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു. നമ്മുടെ കഥാനായകൻ ഇദ്ദേഹത്തിന്റെ അനുഭവങ്ങളെല്ലാം വെച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ സ്ക്രീനിൽ കാണിക്കാം. ഇതിൽ ഇദ്ദേഹം അനുഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് ഇദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ഇത് തന്നെയാണ് എനിക്ക് ഈ ഒരു ടോപ്പിക്ക് വളരെയധികം സസ്പീഷ്യസ് ആയിട്ട് തോന്നിയത്. ഞാനിപ്പോ ഈ പറഞ്ഞത് ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഒരൊറ്റ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്ക് മാത്രമാണ്. ഈ പുസ്തകത്തിന്റെ അകത്ത് ഇദ്ദേഹം ഒരുപാടധികം ഇത്തരത്തിലുള്ള ഇൻസിഡൻസ് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നില്ല. ഇത്തരം ഇൻസിഡന്റുകളിൽ UFO എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ ഇദ്ദേഹം കാണുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ ഇദ്ദേഹത്തിന്റെ ക്ലെയിംസിലൂടെ ഇദ്ദേഹം പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. അതായത് ചന്ദ്രൻ എന്ന് പറയുന്നത് ഒരു എംപ്റ്റി ആയിട്ടുള്ള ഒരു കല്ല് മാത്രമല്ല, അതിന്റെ അകത്ത് ഒരു സെറ്റിൽമെന്റ് ഉണ്ട്. നമ്മളെ പോലുള്ള എന്തോ ഒരു സിവിലൈസേഷൻ അവിടെ ജീവിച്ച് വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇദ്ദേഹം പറയുന്നത്. ഈ ഒരു കാര്യം ഗവൺമെന്റിന് അറിയാവുന്ന ഒരു കാര്യമാണെന്നുള്ളതും അത് പബ്ലിക് അറിയാണ്ട് ഗവൺമെന്റ് ഒരു രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇദ്ദേഹം പറയുന്നത്. അങ്ങനെ 2013 വരെ ഈ ലോകം മുഴുവനും ഇത് വളരെയധികം കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ട് നിൽക്കുന്നു. എന്നാൽ പോലും ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് എന്നുള്ളൊരു കാര്യമാണ് ഇദ്ദേഹം മരിക്കുന്നവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊക്കെ സമ്മതിച്ചു. പക്ഷെ നമുക്കറിയേണ്ടത് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം ശരിയുണ്ടെന്നുള്ളതാണ്. ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമോ എന്നതിനെ പറ്റിയിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇതിനെപ്പറ്റി ഒരുപാട് റീലുകൾ ഈ ഇടയ്ക്കായിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോ ഇവിടുത്തെ പ്രധാന ചോദ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന റിമോട്ട് വ്യൂവിംഗ്, സൈക്കിക് എബിലിറ്റി എന്നൊക്കെ പറയുന്നത് ഒരു സ്യൂഡോ സയൻസ് അല്ലേ?
ഇത്തരം വർഷങ്ങൾ മുന്നോട്ട് പോവുകയും ശാസ്ത്രവും കാര്യങ്ങളെല്ലാം ഇത്ര അധികം വളർന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം ആരെങ്കിലും വിശ്വസിക്കുമോ എന്നായിരിക്കും നമ്മൾ എല്ലാവരും ചോദിക്കുക. ആദ്യം ഇദ്ദേഹം ജൂപ്പിറ്ററിന് ചുറ്റും ഒരു റിംഗ് ഉണ്ടെന്ന് പറയുകയും അത് വരും വർഷങ്ങളിൽ തെളിയിക്കപ്പെട്ട ഒരു കാര്യം കൂടിയായിരുന്നു. അപ്പോ അത് ഒരു വെറും കോയിൻസിഡൻസ് ആയിക്കൂടെ എന്നാണ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത്. പിന്നെ വരുന്നത് ഈ പറയുന്ന മൂണിൽ പണി തീർത്തിരിക്കുന്ന ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ബേസും അവിടെ ജീവിച്ചു വരുന്ന ഒരുപാട് ആൾക്കാരെയൊക്കെ പറ്റിയിട്ടുള്ള കഥകളാണ്. ഇത്തരം വർഷങ്ങൾ കൊണ്ട് ചന്ദ്രനിലേക്ക് നമ്മൾ ഒരുപാട് അധികം സാറ്റലൈറ്റുകൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ ചന്ദ്രന്റെ മുക്കും മൂലയും നമ്മൾ മാപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഇദ്ദേഹം പറയുന്ന രീതിയിലുള്ള ഒരു സംഭവം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞാനിപ്പോ ഈ പറഞ്ഞതും ഈ പറയുന്ന റീൽസിലെല്ലാം കാണാൻ കഴിയുന്ന ആ ഒരു കഥയില്ലേ, ആ ഒരു സ്റ്റോറി ഇല്ലേ, അതെല്ലാം വരുന്നത് ഈ ഒരൊറ്റ വ്യക്തിയിൽ നിന്നാണ്, നമ്മുടെ കഥാനായകനിൽ നിന്നാണ്. ഇവിടെ ഒന്നിൽ കൂടുതൽ ആൾക്കാരുടെ ടെസ്റ്റിമോണിയോ അവരുടെ വിവരണങ്ങളോ ഡാറ്റയോ ഒന്നും നമ്മുടെ കൈവശമില്ല. ഇദ്ദേഹം എന്താണോ പറയുന്നത് അതാണ് ഈ പറയുന്ന സ്റ്റോറി ആയിട്ട് പുറത്തേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഒരു പുസ്തകവും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോ അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സസ്പീഷ്യസ് ആക്കിയത്. ഇദ്ദേഹത്തിന്റെ പേര് 2026 ആൾക്കാർ ഓർത്തിരിക്കണമെങ്കിൽ അതിന്റെ ഒരേ ഒരു റീസൺ ഇദ്ദേഹം എഴുതിയിരിക്കുന്ന ഈ ഒരു പുസ്തകമാണ്. ഇദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ എന്ന രീതിയിൽ ഇദ്ദേഹം ഈ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുമ്പോൾ ഇത് വളരെയധികം കോൺട്രവേഴ്ഷ്യൽ ആയി പോയി എന്നുള്ളൊരു കാര്യം ശരി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് പോപ്പുലാരിറ്റി കിട്ടാനും ഇദ്ദേഹത്തിന്റെ പുസ്തകം വിറ്റയക്കപ്പെടാനും വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണോ എന്ന കാര്യമാണ് എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത്. പക്ഷെ അതല്ല അവിടെ കുഴപ്പം. ഇദ്ദേഹത്തെ പറ്റി നിങ്ങളൊന്ന് കൂടുതൽ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഇദ്ദേഹം US ഗവൺമെന്റുമായിട്ട് വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു കാര്യത്തിനെ പറ്റിയിട്ടുള്ള ഡാറ്റ, ശരിക്കുള്ള ഡാറ്റ നമുക്ക് കിട്ടും. അതോടൊപ്പം തന്നെ ഈ പറയുന്ന സൈക്കിക് എബിലിറ്റി ഉപയോഗിച്ചിട്ടുള്ള പരീക്ഷണങ്ങളോ അങ്ങനെയുള്ള പരീക്ഷണങ്ങളെല്ലാം നടത്തി വന്നു എന്നുള്ള ഒരു കാര്യം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വഴി നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതായത് ഈ സംഭവങ്ങളെല്ലാം ശരിക്കും ഫേക്ക് അല്ല, ശരിക്കും നടന്നു വന്ന ഒരു കാര്യങ്ങളായിരുന്നു. ഇത്തരം ഇൻഫർമേഷൻ ഉള്ളത് കൊണ്ട് തന്നെയും ഇദ്ദേഹം പറയുന്നതിൽ എന്തോരം ശരിയുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഒരുപാട് കാലം മുന്നേ UFO പറക്കുന്നളി എന്നൊക്കെ പറയുന്നത് വെറും ഒരു സ്യൂഡോ സയൻസ് ആണെന്ന് വിചാരിച്ചെടുക്കുന്ന ഒരുപാട് മഹാന്മാരുണ്ടായിരുന്നു. ഇപ്പോഴും ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഇപ്പോ പറക്കുന്നളി എന്ന് പറയുന്നത് ഗവൺമെന്റൽ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. എന്തൊക്കെ തന്നെയായാലും ഈ ലോകത്ത് എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അപ്പോ അത് എന്തൊക്കെയാണ് എന്നുള്ളത് ഒരു സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ടിലൂടെ ചെക്ക് ചെയ്യുക എന്നാണ് ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഈ പെർട്ടിക്കുലർ ഇൻസിഡന്റിനെ പറ്റിയിട്ട് എനിക്കൊരു ഫൈനൽ വേർഡിക്റ്റ് ഇപ്പോഴും തരാൻ കഴിയില്ല. അപ്പൊ അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ഇതേപോലുള്ള എന്തെങ്കിലും റീൽസ് ഒക്കെ വളരെയധികം വൈറലായി പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ധൈര്യമായിട്ട് ഷെയർ ചെയ്ത് തരാം. അപ്പൊ അതിനെ പറ്റിയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തിയിട്ട് ഇതേപോലുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.